ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇൻസുലിൻ ബോട്ടിൽ ഉപയോഗിച്ച് ഇതുപോലൊരു കുഞ്ഞു കോൺവീടാണ്. അതിന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായി നന്നായി വൃത്തിയാക്കിയ ഒരു ഇൻസുലിൻ ബോട്ടിൽ നമുക്ക് ആവശ്യമാണ്. കൂടാതെ കുറച്ച് എംസിൽ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യം തന്നെ എംസിലിലെ ഹാർഡ്നറും റെസിൻ ബേസും തമ്മിൽ നന്നായി മിക്സ് ആക്കണം. നന്നായി മിക്സാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യാനുസരണം അത് ഉപയോഗിക്കാനായിട്ട് കഴിയുള്ളൂ. നന്നായി മിക്സാക്കിയ എംസിൽ ഒരു ഡോറിൻ്റെ ഷേപ്പിൽ നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു സൂചി ഉപയോഗിച്ച് അതിനൊരു വുഡൻ ടെക്സ്ചർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സൂചി വെള്ളത്തിൽ നനച്ചു കൊടുത്താൽ എംസിൽ സൂചിയിൽ ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം ആ കുപ്പിയുടെ പുറംഭാഗത്ത് മുഴുവനായും എംസിൽ ഒട്ടിച്ചു കൊടുത്ത് ഇതിന് ഇഷ്ടിക കൂട്ടി വച്ചതുപോലെയുള്ള ഒരു ചുമരിൻ്റെ രൂപം ഉണ്ടാക്കിയെടുക്കാം. ശേഷം ഐസ്ക്രീം ബോളിൻ്റെ മൂടി ഒരെണ്ണം നമുക്കെടുക്കാം. അത്രയ്ക്ക് വലിപ്പം നമുക്കതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് കത്രിക ഉപയോഗിച്ച് അത് വെട്ടി ചെറുതാക്കുന്നുണ്ട്. കുപ്പിയുടെ മുകളിൽ മേൽക്കൂര പോലെ വെച്ചു കൊടുക്കാനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിനായി എംസിയിലെടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഐസ്ക്രീം ബോളിൻ്റെ അടപ്പിന് മുകളിൽ നന്നായി കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് വെള്ളം ഉപയോഗിച്ച് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കവർ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അത് നന്നായി ഉണങ്ങാനായിട്ട് വെക്കുക. നന്നായി ഉണങ്ങിക്കഴിയുമ്പോൾ ഫെവിക്വിക്ക് ഉപയോഗിച്ച് നമുക്കത് കുപ്പിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ എംസിൽ നമ്മുടെ കയ്യിലേക്ക് ഒട്ടിപ്പിടിച്ച് അത് അവിടെ നിന്ന് പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം നമ്മൾ കുറച്ച് വള്ളികളും പൂക്കളും ഒക്കെ ഉണ്ടാക്കി ഡോറിന് മുകളിലായി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അടപ്പിന് മുകളിലും 1-2 പൂക്കളും ഇലകളും ഒക്കെ ഇവിടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടുതൽ എളുപ്പത്തിനായി പൂക്കളും ഇലകളും ഒക്കെ ഞാൻ വേറെ വേറെ ഉണ്ടാക്കി എല്ലാം ഫെവിക്വിക്ക് വെച്ച് സെപ്പറേറ്റായി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശേഷം നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും വെള്ള ആക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കാം. മുഴുവനായും കൊടുക്കേണ്ട, ആ വരകളും പ്രൊജക്ഷനും ഒക്കെ വിസിബിൾ ആകുന്ന തരത്തിൽ ചെറുതായി ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ശേഷം അതിന് മുകളിലായി ഇഷ്ടികയുടെയൊക്കെ ഒരു നിറം തോന്നിക്കാൻ വേണ്ടിയിട്ട് സ്കിൻ കളർ ആക്രിലിക് പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും ചെറുതായി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിന് മുകളിൽ ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ് ഷെയ്ഡ് പോലെ മുകളിൽ നിന്ന് വരുന്ന രീതിയിൽ മുഴുവനായി ആ കുപ്പിയിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കളർ ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കളർ നമുക്ക് അടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു ഷെയ്ഡ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. എല്ലാ കളറും കൂടി ബ്ലെൻഡായി പോകും. ഇലകളുടെയും പൂക്കളുടെയും ഒക്കെ ഭാഗത്ത് കുറച്ച് കൂടുതൽ ബ്രൗൺ കളർ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. അതിൻ്റെയൊക്കെ ഒരു ഷാഡോ എന്നുള്ള തരത്തിലുള്ളൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലൂടെ കഴിയും. ശേഷം നമുക്ക് ആ ഡോറിൻ്റെ ഭാഗത്ത് ഡാർക്ക് വുഡ് ആൻഡ് ബ്രൗൺ കളർ കൊടുക്കാം. ശേഷം അതിന് മുകളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ ലൈറ്റ് ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. ഫോണിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാനിവിടെ കൊടുത്ത കളർ ഹൈലൈറ്റ് അധികം കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. ശേഷം ഇലകൾക്കും വള്ളികൾക്കും പച്ച കളർ കൊടുക്കുന്നുണ്ട്. ആദ്യം ഡാർക്ക് ഗ്രീൻ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീൻ കൊടുക്കുന്നുണ്ട്. ശേഷം ഓരോ പൂക്കൾക്കും റെഡ് കളർ കൊടുക്കുന്നു. പെയിൻറ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ചെറിയ പോയിൻ്റുള്ള ബ്രഷ് ഇതിനായി തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ ആകെ വൃത്തികേടാകാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ശേഷം അതിൻ്റെ അടപ്പിൻ്റെ വശത്ത് നമ്മൾ മുഴുവനായി റെഡ് കളർ തന്നെയാണ് കൊടുക്കുന്നത്. മുകളിൽ വെച്ച പൂക്കൾ ഇതിന് ചേരാത്തതായി തോന്നിയതിനാൽ വെള്ള പെയിൻറ് കൊണ്ട് അതിനെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. 1-2 ഭാഗത്ത് ഇത്തരത്തിലുള്ള വെള്ള പെയിൻറ് കൊടുത്ത് കുഞ്ഞു കുഞ്ഞു റൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കളർ കൂടി അടിച്ചു കൊടുത്താൽ നമ്മുടെ കുഞ്ഞു കോൺവീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ഗ്ലൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയും വാർണിഷ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇതിന് മുകളിലായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു കോൺവീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മുടെ പുതിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു പ്രൊഡക്റ്റുമായിട്ട് നമുക്ക് വരാം. അതുവരെ ടാറ്റാ.